ജക്കിർ വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. വളരെയധികം ഞെട്ടിക്കുന്ന കുറേ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ലോകം, ഈ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഞെട്ടിക്കുന്ന വാർത്ത വന്നത് എവിടെ നിന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിലെ നാസിക്കിലുള്ള ടാറ്റ കൺസൾട്ടൻസി സർവീസിൻ്റെ ബിസിനസ് പ്രോസസ്സിംഗ് ഔട്ട്സോഴ്സിൽ നിന്നാണ്. അപ്പോൾ എന്താണെന്നുള്ളതാണ് ഈ മഹാരാഷ്ട്രയിലെ ഈ നാസിക്കിലുള്ള ഈ ടാറ്റ കൺസൾട്ടൻസി സർവീസിൻ്റെ, അതായത് TCS ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ്, അതായത് BPO, ഈ ഔട്ട്സോഴ്സിങ് കേന്ദ്രത്തിലെ വനിതാ ജീവനക്കാർ നേരിട്ട ആസൂത്രിതമായിട്ടുള്ള നിർബന്ധിത മതപരിവർത്തനവും ലൈംഗിക അതിക്രമങ്ങളും. അപ്പോൾ ഇതിനൊക്കെ ബന്ധപ്പെട്ടിട്ട് കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാനുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം. എനിക്ക് സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്, സപ്പോർട്ട് ചെയ്യണം പ്ലീസ്. ഇപ്പോൾ ഒരാളുടെ പരാതിയിൽ വന്നിരിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അതായത് തങ്ങൾക്ക് മക്കളില്ലെന്ന് അറിയുന്ന സീനിയർ ഉദ്യോഗസ്ഥരെ ഭാര്യനെ കൈമാറാൻ ആവശ്യപ്പെടുന്നത് വരെ ഒരാളുടെ പരാതിയിൽ വന്നിട്ടുണ്ട്. അതുപോലെ വിവാഹ വാഗ്ദാനം നൽകിയിട്ട് പീഡിപ്പിച്ചെന്നാണ് വനിതാ ജീവനക്കാരിയുടെ വേറൊരു പരാതി. ആദ്യ പരാതിക്ക് പിന്നാലെ വനിതാ DCPയുടെ നേതൃത്വത്തിലെ വനിതാ പോലീസുകാരെ മഫ്തിയിലെ TCSന്റെ ഓഫീസിലേക്ക് ഇവരെ അയച്ചിട്ടുണ്ടായിരുന്നു. ഇവർ തന്നെ മഫ്തിയിൽ അയച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ജീവനക്കാർക്ക് ഒരു ധൈര്യം, ഊർജ്ജമൊക്കെ പകർന്നു കൊടുക്കാനാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് ഈ മഫ്തി പോലീസ്. അപ്പോൾ അങ്ങനെ ജീവനക്കാർക്ക് ധൈര്യം നൽകിയതോടെ കൂടുതൽ പേര് പരാതിയുമായിട്ട് മുന്നോട്ട് വന്നു. വർഷങ്ങളായിട്ട് തുടർന്നു വന്ന ഈ പീഡന വിവരങ്ങൾ 8ഓളം വനിതാ ജീവനക്കാരാണ് ഇപ്പോൾ ധൈര്യപൂർവ്വം പരാതിയുമായിട്ട് മുന്നോട്ട് വന്നത്. അതുകൊണ്ടാണ് ഈ പുറം ലോകത്തിന് അറിവായത്. അല്ലെങ്കിൽ അത് ഇപ്പോഴും മൂടിക്കിടന്നേനെ അതിൻ്റെ ഉള്ളിൽ. ഈ ഒരു സംഭവത്തിൽ 9 FIRകൾ രജിസ്റ്റർ ചെയ്യുകയും 8 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കേസിലെ ഒളിവിലുള്ള HR വിഭാഗം, അതായത് പിന്നെ അസിസ്റ്റന്റ് ജനറൽ മാനേജർ നിതങ്കാൻ, പിന്നെ അസിസ്റ്റന്റ് മാനേജർ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു കോടതിയിൽ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ താൻ ഗർഭിണിയാണെന്നും തനിക്കും കുഞ്ഞിനും സംരക്ഷണം വേണമെന്നും ആവശ്യപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഈ നാസിക്കിലെ പ്രാദേശിക കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ആരോഗ്യസ്ഥിതി ചൂണ്ടിക്കാട്ടിയിട്ട് അറസ്റ്റ് ഒഴിവാക്കാനാണ് ഈ നിതയുടെ, നേരത്തെ പറഞ്ഞ മാനേജറുടെ ശ്രമം. തൊഴിലിടത്തിലും അധികാര ദുർവിനിയോഗത്തിൻ്റെ ഭീകരമായ മുഖമാണ് ഇവിടെ നമുക്ക് വെളിവാകുന്നത്. ടീം ലീഡർമാരും സീനിയർ ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ട ഒരു സംഘം ബോധപൂർവം ജീവനക്കാരെ ലക്ഷ്യം വയ്ക്കുകയായിരുന്നു. പ്രത്യേക മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ നിർബന്ധിക്കുക, അതുപോലെ തന്നെ ചില ഭക്ഷണങ്ങൾ കഴിപ്പിക്കാൻ പ്രേരിപ്പിക്കുക. പിന്നെ അതുകൊണ്ടൊന്നും നിന്നിട്ടില്ല, അവിടുന്ന് തുടങ്ങി വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനം വരെ ഈ പരാതികളിൽ ഉൾപ്പെടുന്നുണ്ട്. സ്വന്തം കുടുംബജീവിതത്തെക്കുറിച്ച് അപകീർത്തിപരമായ പരാമർശങ്ങൾ നടത്തിയതായും, അതായത് തങ്ങൾക്ക് മക്കളില്ലെന്നറിഞ്ഞപ്പോൾ ഭാര്യയെ വിട്ടു നൽകാൻ സീനിയർ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടതായും ഉള്ള ഒരു പുരുഷ ജീവനക്കാരൻ്റെ പരാതി കേസിൻ്റെ ഗൗരവം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസിൻ്റെ തന്ത്രപരമായ ഇടപെടലാണ് കൂടുതൽ പരാതികൾ ഇനി പുറത്തു വരാൻ കാരണമായത്. പിടിയിലായത് ഈ മഫ്തിയിലുള്ള ജീവനക്കാരെ അതിനകത്ത് കയറിയിട്ട് അവർക്ക് ഊർജവും ഇതൊക്കെ കൊടുത്തപ്പോൾ അവർ പരാതികൾ പുറത്തോട്ട് വന്നു. അവരുടെ ഉള്ളിലുള്ള പരാതികളെല്ലാം പുറത്തോട്ട് വന്നു. അപ്പോൾ പിടിയിലായത് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാനിഷ് ഷെയ്ഖ്, തൗസിഖ് അത്തർ, അതുപോലെ റാസ മേമൻ, ഷാരൂഖ് ഖുറേഷി, പിന്നെ ഷാഫി ഷെയ്ഖ്, ആസിഫ് അഫ്താബ് അൻസാരി എന്നിവർ ഒരു സംഘമായിട്ട് പ്രവർത്തിച്ചിട്ടാണ് ഈ കുറ്റകൃത്യങ്ങൾ ചെയ്തിരുന്നത്. പരാതികൾ അവഗണിച്ച HR മേധാവി അശ്വനി ചൈനാനിയും ഈ ഒരു സംഘത്തിൻ്റെ ഭാഗമായിരുന്നു. ഇപ്പോൾ കുറ്റാരോപിതരായിട്ടുള്ള ആ 8 പേരുണ്ടല്ലോ, ആ 8 പേരേനും ഈ TCS ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും ആവില്ല. അതെങ്ങനെ ശരിയാവും? ഇനിയും കൂടുതൽ പരാതികൾ പുറത്തു വരാനുണ്ട്. ദേശീയ വനിതാ കമ്മീഷൻ വിഷയത്തിൽ നേരിട്ടിട്ടാണ് ഇടപെട്ടിട്ടുള്ളത്. കമ്മീഷൻ രൂപീകരിച്ച ഒരു പ്രത്യേക സമിതി തന്നെ നാസിക്കിലെ ഓഫീസ് സന്ദർശിച്ച് തെളിവെടുപ്പുകളും നടത്തി കഴിഞ്ഞു. കുറ്റാരോപിതർക്ക് തീവ്രവാദ സംഘടനകളുമായിട്ട് ബന്ധമുണ്ടോ അല്ലെങ്കിൽ വിദേശ സഹായം ലഭിക്കുന്നുണ്ടോ എന്നറിയാനായിട്ട് ഈ NIAയുടെയും അതുപോലെ തന്നെ ഈ മഹാരാഷ്ട്ര ഭീകര വിരുദ്ധ സേനയുണ്ട്, ATS എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു സഹായം പോലീസ് തേടിയിട്ടുണ്ട്. BJP മന്ത്രിയായിട്ടുള്ള നിതേഷ് റാണ
ഇതിനെ കോർപ്പറേറ്റ് ജിഹാദ് എന്ന് വിശേഷിപ്പിക്കുകയും അതായത് ഈ വൻകിട കമ്പനികളിലെ മതപരിവർത്തന നീക്കങ്ങൾക്കെതിരെ കർശന നടപടി വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മതപരിവർത്തനം ഒരു പുകമറയാണോ എന്നറിയില്ല. ലൈംഗികാതിക്രമങ്ങൾക്ക് ഒരു പുകമറ സൃഷ്ടിക്കലായിരിക്കാം ചിലപ്പോൾ ഈ മതപരിവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെന്ത് തന്നെയാണെങ്കിലും അത് പുറം ലോകത്തേക്ക് കൊണ്ടുവരണം. നിലവിൽ നാസിക്കിലെ BPO കേന്ദ്രം താൽക്കാലികമായിട്ട് ഇപ്പോൾ തന്നെ അടച്ചുപൂട്ടിയിട്ടുണ്ട്. അതായത് ജീവനക്കാരോട് വീട്ടിലിരുന്നിട്ട് ജോലി ചെയ്യാനും ഈ കമ്പനി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡാറ്റ സൺസ് ചെയർമാനായിട്ടുള്ള N. ചന്ദ്രശേഖരൻ ഈ സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. എന്താലേ, ഈ തൊഴിലിടത്തിലെ സാധാരണ സംഭാഷണങ്ങളെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചിട്ട് കേസെടുക്കുകയാണെന്നാണ് ഈ പ്രതിഭാഗം അഭിഭാഷകൻ വാദിക്കുന്നത്. എന്തൊക്കെയായാലും പുറത്തു വരുന്ന ഓരോ വിവരങ്ങളും കോർപ്പറേറ്റ് മേഖലയിലെ സുരക്ഷാ സംവിധാനങ്ങളുടെ പരാജയത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇനി വരാനുള്ള ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ സൈബർ ഫോറൻസിക് പരിശോധനകളിലൂടെ പുറത്തു വരുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെയാണ് ഈ അന്വേഷണ സംഘവും റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം വരും ദിവസങ്ങളിൽ എന്താണ് നടക്കുന്നതെന്ന്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്.